ഇനി അഗ്നിയിലേക്ക് നെയ്യ് പകരണം. ഇനി ഈ അക്ഷതം അർപ്പിക്കണം. ഇനി വിശാൽ സാറ് അച്ഛനെയും അരികിലിരിക്കുന്ന അമ്മയും മടങ്ങിക്കോളും. എനിക്ക് സന്തോഷമായി മോളെ. എൻ്റെ ആഗ്രഹം സഫലമായി. ഞാൻ മടങ്ങുകയാണ്. വിശാൽ സാർ, ദൈവമേ ഇവിടെ വന്ന് എല്ലാം കണ്ട് സന്തോഷിച്ച ശേഷം ഇപ്പോ പോയി കഴിഞ്ഞിരിക്കുന്നു. ആണോ? നേരിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും അമ്മയുടെ സാമീപ്യം ഞാനും അറിഞ്ഞു പാർവതി. ആന്റി ഇവള് പറയുന്നത് കേട്ടിട്ടേ ഗായത്രി അമ്മ ശരിക്കും ഇവിടെ വന്നതുപോലെ ഉണ്ടല്ലോ. മറ്റുള്ളവരെ പോലെ നീയും പാർവതി വിശ്വസിക്കാൻ തുടങ്ങിയോ? സോമജി, പറഞ്ഞ കാര്യം മറക്കണ്ട. പാർവതി എങ്ങനെയെങ്കിലും സ്വാമിജിയുടെ മുന്നിൽ നിർത്തി സത്യം അറിയണം. ഓർമ്മയുണ്ട്. ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം. തൽക്കാലം ഒന്ന് കാത്തു നിൽക്കാം.
ഇവനെന്താ ഇവിടെ പാർവതിയെ കൊല്ലാനുള്ള അറ്റംപ്റ്റ് വീണ്ടും നടത്താനുള്ള പ്ലാനാണോ? താനിവിടെ നിന്നു. വിശാലും പാർവതിയും ഇവിടെ വരൂ. നിങ്ങൾ രണ്ടുപേരും എന്റെ മുന്നിൽ നിൽക്കൂ. പൂജ തീരുന്നതുവരെ നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് അനങ്ങാൻ പാടില്ല. ഇത് എന്തിനാണ് സ്വാമിജി ഇങ്ങനെ ഒരു ചടങ്ങ്? പൂജ കഴിയട്ടെ, എന്നിട്ട് പറയാം. ഇവൾ ഭാവി കാലം ഗണിക്കാൻ ശക്തിയുള്ള പെൺകുട്ടി തന്നെയാണ്. വരുംകാല ആപത്തുകൾ മുൻകൂട്ടി കാണാൻ ഇവൾക്ക് സാധിക്കും. ഇത് പ്രഭാവതിയെ അറിയിക്കണം. പ്രഭാവതിയെ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും അറിയിക്കണം. മോളെ, നീ പുണ്യം ചെയ്ത ജന്മമാണ്. നിനക്ക് നീ ഉപാസിക്കുന്ന ഉദിയന്നൂരമ്മയുടെ അനുഗ്രഹം വേണ്ടുവോളം ഉണ്ട്. സൗഭാഗ്യവതിയാണ് നീ. അത് മാത്രമല്ല, നിനക്ക് കുറച്ച് പ്രത്യേകതകൾ കൂടിയുണ്ട്. അതിലൊന്ന് ഭാവി. അയ്യോ, നടക്കണ അങ്ങോട്ട്, നടക്ക്.
ഇവനാണ് ഗോഡൌണിൽ വെച്ച് പാർവതിയെ കൊല്ലാൻ ആളെ ഏർപ്പാടാക്കിയത്. കുറച്ചു നേരമായി ഇവനെ പിടികൂടാനായി ഞാൻ ഇവന്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. ഇത്തിരി നേരം മുമ്പ് ഇവനെ എന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ ഈ ദുരന്തം ഒഴിവാക്കാമായിരുന്നു. He is dead. തീർച്ചയായും പാർവതി, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച സകലരുടെ പേരുകളും ഇവന്റെ നാവിൽ നിന്ന് തന്നെ ഞാൻ പുറത്തുകൊണ്ടിരും. സർ, ഇവനെ കൊണ്ടുപോയിക്കോളൂ. അതുപോലെ ഈ ബോഡി ഇവിടെ നിന്ന് നീക്കം ചെയ്യണം. ഞാൻ സ്റ്റേഷനിൽ വിളിച്ചിട്ട് പോലീസിനെ ഇങ്ങോട്ട് അയക്കാം. അവർ വന്നിട്ട് വേണ്ട ചെയ്തോളൂ. ഞാനിപ്പോ ഇവനെ കൊണ്ടുപോവാ. എണീക്കട, നടക്കങ്ങോട്ട്. മുന്നറിയിപ്പ് തന്നതല്ലേ? അത് കേട്ട് അപ്പോൾ തന്നെ ഇവിടുന്ന് പോയിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നില്ലേ? ജാസ്മിൻ, നീ എന്ത് അബദ്ധമായി കാണിച്ചത്? നീ എന്തിനാ ആ രാഹുലിനെ ഇവിടെ വിളിച്ചു വരുത്തിയത്? അതും ഈ പൂജ നേരത്ത്? പാർവതിയെ തീർക്കാനായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. എന്നിട്ടെന്തായി? പാർവതി ലക്ഷ്യം വെച്ചിട്ട് ഇല്ലാതായതേ ആ സ്വാമിജിയാ. ജാസ്മിൻ, നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ, എന്നോട് ആലോചിക്കാതെ ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും പ്ലാൻ ചെയ്യരുതെന്ന്. ആ രാഹുലിന് ഉന്നം പഴയ്ക്കുമെന്ന് ഞാൻ കരുതിയോ? ഉന്നം പഴിച്ചത് മാത്രമല്ലല്ലോ, അവൻ പോലീസിന്റെ പിടിയിലാവുകയും ചെയ്തില്ലേ? ജാസ്മിൻ, പോലീസിന്റെ തല്ല് കിട്ടുമ്പോ രാഹുൽ നിന്റെ പേര് പറഞ്ഞാൽ എന്ത് ചെയ്യും? പറയേ, എന്ത് ചെയ്യും? രാഹുൽ നിന്റെ പേര് പറഞ്ഞ നീയും ജയിലിലാവില്ലേ? പോലീസിന്റെ ഇടികൊള്ളുമ്പോ അവൻ തത്ത പറയും പോലെ നിന്റെ പേര് മൊഴിയാനാണ് സാധ്യത. അങ്ങനെ അവൻ എന്റെ പേര് പറഞ്ഞ എനിക്കങ്ങനെ അകത്ത് പോവേണ്ട സിറ്റുവേഷൻ ഉണ്ടായ ഞാൻ തനിച്ചൊന്നും ആയിരിക്കില്ല അകത്ത് പോകുന്നത്. കൂടെ നിങ്ങളും കാണും. ഞങ്ങളോ? ഞങ്ങൾ എന്തിനകത്ത് പോന്ന്? രാഹുൽ നിന്റെ ഫ്രണ്ട് അല്ലേ? അവനെ അറേഞ്ച് ചെയ്തത് നീയല്ലേ? പാർവതിയെ കൊല്ലാനുള്ള കൊട്ടേഷൻ കൊടുത്തത് നീയല്ലേ? നീയും രാഹുലും കൂടി ചെയ്ത കുറ്റത്തില് ഞങ്ങൾക്കെന്താ പങ്ക്? നിങ്ങളുടെ പങ്ക് എന്താണെന്ന് തെളിവടക്കം ഞാൻ പോലീസിന് കൊടുത്തോളാം.
തെളിവുകൾ പോലീസിന്റെ കയ്യിൽ ഉണ്ടാകുമ്പോ നിങ്ങൾ എന്തടവ് പ്രയോഗിച്ച് പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. അതെ, അങ്കിളും ആന്റിയും ഒന്ന് മനസ്സിലാക്കണം. ഈ ജാസ്മിന്റെ ബുദ്ധിയെ നിങ്ങൾ അളക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നിടത്തേ ഞാൻ പ്രവർത്തിച്ചു തുടങ്ങും. രാഹുൽ പോലീസിന്റെ അടുത്ത് വാ തുറക്കാതെ ഞാൻ നോക്കിക്കോളാം. ഇനി അഥവാ എന്തെങ്കിലും എനിക്കെതിരെ പറഞ്ഞാലും അതൊന്നും പോലീസിന്റെ റെക്കോർഡിൽ വരാതെ നോക്കാൻ എനിക്കറിയാം. പക്ഷേ നിങ്ങൾ എന്നെ ഒറ്റാൻ ശ്രമിക്കരുത്. ശ്രമിച്ച നിങ്ങളും അഴിയെണ്ണു. പ്രതാപ, അവളിപ്പം നമ്മളെ ഭീഷണിപ്പെടുത്തി തുടങ്ങിയല്ലോ. അവളിപ്പോ പഴയ ജാസ്മിനല്ല. അവളെ നമ്മൾ സൂക്ഷിക്കണം. ചേച്ചി സമാധാനിക്ക്. അവളെ പൂട്ടാനുള്ളൊരു വഴി നമുക്ക് കണ്ടുപിടിക്കാം. അതിനുമുമ്പ് അവൾ നമുക്കെതിരെ സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്ന ആ തെളിവുകളുണ്ടല്ലോ, അത് നമുക്ക് പൊക്കണം. എന്താ ഇറങ്ങിയത്? ഒന്നുമില്ല. ഇറങ്ങി അത് ഞാൻ തന്നെ നോക്കട്ടെ. ഇല്ല, ഞാൻ തരില്ല. തരാനാ പറഞ്ഞേ. ഇങ്ങോട്ട് താണി തമാശ കളിക്കല്ലോ. ഇത് തരാൻ എന്തുവാടാ ഇത്? ചേച്ചി മക്കൾ ശേഖരന്റെ കൂടെ വയ്ക്കുന്ന പഴയ ഫോട്ടോയാ. അയ്യോ, ആ ഫോട്ടോയോ? എടാ, അത് ഇവിടെയുള്ള ആരെങ്കിലും കണ്ടാൽ കുഴപ്പമാവില്ലേ? ആ പ്രതാപ, നീ ആ ഫോട്ടോ എത്രയും പെട്ടെന്ന് അവളിൽ നിന്ന് പിടിച്ചു വാങ്ങണം. ശേ, അത് അപ്പൊ തന്നെ അങ്ങ് പിടിച്ചു വാങ്ങിയാ പോരാ. ഞാൻ നീ വേഗം വന്നേ, വാ. പാർവതി, എന്താ ഗാർഗി, നീ ഇതൊന്ന് നോക്കി. ഇത് കണ്ടോ? ചെറിയ പ്രായത്തിൽ നമ്മുടെ പ്രഭാവതി അമ്മയെ കാണാൻ എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. ഇതില് പ്രഭാവതി അമ്മയും വിപിനെയും വിനയനെയും മനസ്സിലായി. പക്ഷേ അമ്മയുടെ കൂടെ ഇരിക്കുന്ന ആളുടെ അത്രത്തോളം വ്യക്തമായില്ല. എവിടെ ആ ഫോട്ടോ? ഞാൻ നോക്കട്ടെ. പ്രതാപ, ഇത് അയാളാണ്, ആ ദുഷ്ടൻ, എന്റെ അമ്മയെ കൊന്നവൻ, ആ ചന്ദ്രശേഖരൻ.
അമ്മേ, എന്റെ അമ്മയെ കൊന്നവനാ നിങ്ങളോടൊപ്പം ഈ ഫോട്ടോയിൽ ഇരിക്കുന്നത്. ഇവനും നിങ്ങളുമായിട്ട് എന്താ ബന്ധം? ഒരു ബന്ധവും ഇല്ലാതെ ഇങ്ങനൊരു ഫോട്ടോ ആരും എടുക്കില്ലല്ലോ. അമ്മ, ഞാൻ ചോദിച്ചു കേട്ടില്ലേ? ഈ ഫോട്ടോയിൽ അമ്മയോടൊപ്പം ഇരിക്കുന്ന ചന്ദ്രശേഖരനുമായിട്ട് അമ്മയ്ക്ക് എന്താ ബന്ധമെന്ന്? ഇന്നത്തോടെ എല്ലാ കള്ളങ്ങളും പൊളിയും. വിശാൽ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കും. ചന്ദ്രശേഖരൻ എന്ന പിശാചുമായിട്ട് അമ്മയ്ക്ക് എന്താ ബന്ധമെന്ന് എനിക്കതറിയണം. എല്ലാ സത്യങ്ങളും, എല്ലാ രഹസ്യങ്ങളും അമ്മ എന്നോട് തുറന്നു പറയണം. പറഞ്ഞേ തീരൂ. പറയാതെ ഞാൻ വിടില്ല.